പറയണോക്കി വന്നിട്ട് മറ്റേ ഈ സാധനം വെറുതെ ഞാൻ വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ അരികുവൽക്കരിക്കപ്പെട്ടു. മതി മതി മതി. ഞാൻ എന്തൊരു ടീസ്പൂൺ ഇട്ടിട്ട് ഒരു പണിയാട്ടാ. ബീഫ് നുറുക്കാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. കുറേ നാളത്തെ ഇവരുടെ ആഗ്രഹ സഫലീകരണം ഞാൻ നടത്താൻ പോവാണ്, പൂർത്തീകരണം. അതായത് അല്ല, ഇവർക്ക് പലപ്പോഴുള്ള ആഗ്രഹമാണ് ഈ ഹക്ക നൂഡിൽസ് എന്ന് പറയുന്ന സാധനം. എല്ലാവരും കണ്ടിട്ടുണ്ടോ ഹക്ക നൂഡിൽസ്? ഹക്ക നൂഡിൽസ് ഇവർക്ക് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞ കൊടുക്കാൻ പറ്റും. കുറച്ചു ദിവസം മുമ്പ് അക്കാദമിയില് എല്ലാവരും കൂടിയപ്പോ നമ്മുടെ വീഡിയോകളൊക്കെ, ചില വീഡിയോകളൊക്കെ നന്നായിട്ട് കേറിപ്പോയില്ലോ ഫേസ്ബുക്കില്. 15 ലക്ഷം 16 ലക്ഷം ഒക്കെ എത്തി. നമ്മുടെ സുമലതയുടെ വീഡിയോ ഒക്കെ അങ്ങനെ നന്നായി കേറിപ്പോയി. എന്റെ സന്തോഷത്തില് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്നിട്ട് ആ ഹോട്ടൽ ഹാവോമിങ് എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് അവിടെ, തൃശ്ശൂര്. നമ്മുടെ ജയന്തീച്ചും പ്രേമേട്ടനും കിഷോറും അവരൊക്കെ അവിടെ പോവാറുള്ളതാ, ഫുഡ് കഴിക്കാറുള്ള. അപ്പൊ അവര് പറയാറുണ്ട് അവിടുത്തെ ഈ ഹക്ക നൂഡിൽസ് ഭയങ്കര ടേസ്റ്റ് ആണ്, നമുക്ക് ഒരു ദിവസം എല്ലാവരും കൂടി പോണം എന്ന് പറയാറുണ്ട് കേട്ടാ. പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. എന്നിട്ട് അന്ന് നമ്മളെല്ലാവരും കൂടി അവിടെ പോയി. റിൻഡനും ക്രിസ്ത്യൻ പിള്ളേരും അങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയിട്ട് അവിടെ ചെന്നിട്ട് മെനു കാർഡ് കൊണ്ടുവന്ന് തന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ജയന്തീച്ചിയുടെ മോളുണ്ട്, പിള്ളേരുണ്ട്, മാളു മനു എന്ന് പറഞ്ഞിട്ട് അവരെ ഇരട്ടകളുണ്ട് 2 പേര്. അതിൽ മാളു ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവളിങ്ങനെ ജർമ്മനിയിൽ പോകാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ അവളുടെ കയ്യിൽ എന്നെ കൊടുത്തു. പിന്നെ അവര് അവിടെ പോവാറുള്ളതുമാണല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ എന്തുട്ടാന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ, ടേസ്റ്റുള്ള ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ, അത് മതി, ഞങ്ങൾക്കൊക്കെ അത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓർഡർ ചെയ്തതാണ് ഈ സാധനം. പിന്നെ ട്രിപ്പിൾ റൈസ്, പിന്നെ എന്തുട്ടാണ്, പിന്നെ വേറൊരു ടൈപ്പ് റൈസ്, അങ്ങനെ 3-4 ടൈപ്പ് ഐറ്റംസ്. അത് ഒരെണ്ണം ഓർഡർ ചെയ്താൽ നമുക്ക് 3-4 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പൊ എന്റെ തലമാന്തനായ അവിടെ നിന്ന് മാറി ശരി ചൊറിഞ്ഞിട്ട് പോയോ തല കുളിക്കണേ. ഇത് പറയും അവൻ പോയിക്കോട്ടെ. അപ്പൊ അങ്ങനെ എന്താ ഉണ്ടായത്, കഥ എവിടെ വരെ എത്തി? അവര് ഓർഡർ ചെയ്തു. അപ്പൊ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് അതില് നമ്മള് എല്ലാത്തിനും തിരിച്ച് ഇട്ട് നോക്കി, ടേസ്റ്റ് നോക്കി. അപ്പൊ ഈ ഹക്ക നൂഡിൽസ് ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. റൈസും മറ്റേതൊന്നും ചേട്ടൻ ഒരു തുണ്ട് ടേസ്റ്റ് നോക്കിയപ്പോ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല, കഴിച്ചില്ല. അത് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് അത് അന്നാണ് ജഗ്ഗു ഉണ്ടായിരുന്നില്ല. ജഗ്ഗു ഞങ്ങളുടെ കൂടെ അന്ന് വന്നില്ല. അപ്പൊ ഞാൻ ഇല്ല, എന്നിട്ട് കണ്ണംകുളങ്ങര നിന്നു, ഞങ്ങളാ പോയില്ല. അപ്പൊ ഇനി ജഗ്ഗുവിനും കൊണ്ടുപോകണം. ജഗ്ഗുവിന്റെ അടുത്ത് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു കേട്ടാ. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞു ആ ഹോട്ടലിൽ ഇനി അച്ഛൻ ഉണ്ണീനെ കൊണ്ടുപോട്ടാ, എന്നിട്ട് ഇത് വാങ്ങിച്ചുതരാം, അത് ഭയങ്കര രസം ഈ സാധനം. അപ്പൊ ചില്ലി ബീഫും ഹക്ക നൂഡിൽസ് ആണ് കഴിച്ചത്. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇരിക്കുന്നു. ഇപ്പൊ നമ്മള് വിഷു ആയിട്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞ് വാങ്ങിക്കാനായിട്ട് നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ അവിടെ ഇതിരിക്കുന്നത് കണ്ടപ്പോഴാണ് ചേട്ടന് ഓർമ്മ വന്നു ഈ സാധനം. ഇതല്ലടി നമ്മൾ അവിടെ നിന്ന് കഴിച്ച ഹക്ക നൂഡിൽസ്, ഇത് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വീഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഞാൻ സത്യസന്ധമായി പറയുന്ന വാക്കുകളാണ്. നിങ്ങൾക്ക് അജുവേട്ടനെ
ഇതേ ചേച്ചി കളിയാക്കുന്നു, അപമാനിക്കുന്നു, നാട്ടുകാരെ മുന്നിൽ നാണം കെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാൻ വേണ്ടി ഇപ്പോൾ ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞതാണ് സത്യം. അല്ലെങ്കിൽ ചേട്ടൻ പറയട്ടെ. അല്ല, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ കഴിക്കാനായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടനാണ് ആഗ്രഹം, ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഇവർക്ക് ചൈനീസ് സാധനം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നൊന്നും പറയാണ്ടിയാ ഇതുപോലെ പറയാൻ പോണെന്നെങ്കിലും പറഞ്ഞാൽ മതി. ഞാൻ മിണ്ടാണ്ടെന്ന് തന്നെ. അപ്പൊ ഹക്ക നൂഡിൽസിന്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വെക്കണം നോക്കട്ടെ കേട്ടോ നമുക്ക്. അപ്പൊ മെയിനായിട്ട് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫാണ് എടുത്തുകൊണ്ട്. ആദ്യം തന്നെ നമുക്കിത് ചെയ്യേണ്ടത് ബീഫ് ഇങ്ങനെയായിട്ട് നമ്മൾ നീളത്തിൽ ഇങ്ങനെയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് കളയാം, വെള്ളം കളയാട്ടെ. നമ്മുടെ ചാർലി ഇത് നോക്കാൻ തുടങ്ങിയപ്പോ തൊട്ടന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ 1/2 കിലോ നോക്കിയേ, 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നീളത്തിലരിഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർക്കാൻ പോവാണ്. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്. നമ്മളത് ഇത്തിരിശായ കാരണം മറ്റേ സാധനത്തിലിട്ട് ചതച്ചാണ് കേട്ടോ. പിന്നെ നമ്മള് എന്തായി ചൊറിച്ചില് കുറഞ്ഞാ 1 ടീസ്പൂൺ എള്ളാണ് കേട്ടാ. ഇതെന്ത് വരാ 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടേബിൾ സ്പൂൺ സ്വല്പം ഒഴിക്കുക അല്ലേ. എള്ളെണ്ണ അടയ്ക്കൂ. അതിലുണ്ട് എള്ളെണ്ണ ഒഴിച്ചൊന്നുമല്ലല്ലോ. പിന്നെ നമ്മൾ സോയാ സോസാണ് ഒഴിക്കാൻ പോണത്. അത് 2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്വല്പം ഉപ്പ് ചേർത്താൽ മതി. സോയാ സോസിൽ ഉപ്പുണ്ടാവും, എന്നാലും ഒരു സ്വല്പം ഉപ്പ് ചേർക്കണം കേട്ടോ. ഇല്ല, ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി. കഴിച്ചതിനേക്കാളും വെല്ലുന്ന സാധനം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടാണ് ചേട്ടാ ഇറങ്ങിയേക്കണേ. പിന്നെ ഒരു സ്വല്പം പഞ്ചസാര കേട്ടാ. ഒരു കാര്യം ചേട്ടാ പറഞ്ഞ ശരിയാണ് കേട്ടാ. ചൈനീസ് സാധനങ്ങൾ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൈനീസ് സാധനങ്ങൾ. ഇത് മിക്സ് ചെയ്യുന്നു കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മിക്സ് ചെയ്ത് വെക്കുന്നു. അത് സമയമില്ല. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഇത് ഇങ്ങനെ വെക്കണം. എന്നിട്ടിത് കൈകൊണ്ട് മിക്സ് ചെയ്യണം ചേട്ടാ. വേണ്ട, കൈ ടച്ച് ചെയ്യണ്ട. അതല്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ എല്ലായിടത്തും അതായിക്കൊണ്ടിരിക്കുന്നു. ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ആക്കുവിനെ 15 മിനിറ്റ് ഇളക്കല്ല, 15 മിനിറ്റ് നേരം ഇത് മിക്സ് ചെയ്ത് വെക്കണം. നല്ല അന്തരീക്ഷമല്ല നോക്കി, നമ്മുടെ കോഴിക്കൊണ്ട് ഭംഗി നോക്കി അവിടെ. ഞാനേ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് നൂഡിൽസ് വേവിക്കണം. അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ അരിയണം. പണിയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാലേ 1 മണിക്കൂർ സമയം ഇരിക്കണം നമ്മള് ഓർഡർ ചെയ്തിട്ടില്ലേ. വേറൊരു സാധനം കുടിച്ചു നമ്മൾ അവിടെ നിന്ന്. കള്ള് പോലത്തെ തിരുവനന്തപുരത്ത് നിന്ന് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന സാധനം. എന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പേരൊക്കെ ഒരു ജാതി വായക്കൊള്ളാത്ത പേരുകളാ. ഇനി വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്ന് ഞങ്ങൾ 10-15 പേര് എത്ര പേരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവരും കൂടിയിട്ട് ഇത് ഇത്ര 3 കുപ്പിയാ വാങ്ങിച്ചത്. അപ്പൊ എല്ലാവരും തിരിച്ചൊന്ന് ടേസ്റ്റ് നോക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഒരു കാബേജ് വേണം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ശരിയാകണമെങ്കിൽ നമുക്ക് ഒരു കാബേജ് വേണം. കാബേജ് ഒരെണ്ണം വേണ്ട, അരിക്ക് വേണം. അപ്പോൾ നമ്മുടെ കാബേജ് ആദ്യമായിട്ട് നമ്മുടെ വിളവെടുപ്പ് കാബേജ് ഇത് രാത്രിയിൽ പൊട്ടിക്കാൻ പോകണ്ട. അത് അത്ര വലിപ്പമൊന്നും ഒരു കാബേജ് കണ്ട, ഒക്കെ ചുക്കിരികളാണ്. അപ്പോൾ ഇവരെ പൊട്ടിക്കാണ്. ഇതേ ഒടിച്ചെടുക്കണം. കാബേജ് പൊട്ടിച്ചെടുത്തു. ഇനിയില്ലേ ഈ ക്യാപ്സിക്കം പകുതി എല്ലാം 3 തരം ക്യാപ്സിക്കം ഇല്ലേ, അതും ഈ ക്യാരറ്റും നീളത്തിലരിയണം. പകുതി ചെയ്താൽ മതി. പകുതി മറ്റേ പിന്നെ ഇത് നീളത്തിലരിയണം. ഇത് ചതുരത്തിലാക്കാൻ പാടില്ല. ഇത് നൂഡിൽസിലേക്കാണ്. ഒക്കെ നീളത്തിലരിഞ്ഞോ. ഈ സ്പ്രിംഗ് ഓണിയൻ ഒത്തിരി നീളത്തിലരിഞ്ഞോ, അല്ലെങ്കിൽ വട്ട ചെറുതായിട്ട് അരിഞ്ഞാലും മതി. അത് മറ്റേക്ക് പൊടിപിടിയിട്ട് വേണം. വേണ്ടത് ഈ കുഞ്ഞരിഞ്ഞോ. ഇത് പറഞ്ഞുതരും. അവനാണ് ഇതിന്റെ മറ്റേ അവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. ഈ സാധനം വെറുതെ ഞാൻ വെച്ചിരിക്കുന്നത് കണ്ടോ. സ്ക്രിപ്റ്റ് ഉണ്ട് കയ്യില്. ഈ പകുതി മാറ്റി നീളത്തില് അരിഞ്ഞു തുടങ്ങിക്കോട്ടെ.
മര്യാദക്കകത്ത് ടി വി കണ്ടിരുന്ന പറഞ്ഞ കുട്ടീനെ എന്തിനാണോ എന്തോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അയ്യ വേണ്ട പോരുത്. ഇതുപോലുള്ള വല്ല കോഴിമുട്ട എടുത്താ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നൂഡിൽസ് കൊണ്ട് വേവിക്കാം കേട്ടോ. നൂഡിൽസ് വേവിക്കാനായിട്ട് നമ്മൾ ഇതുവരെയായിട്ട് അടുപ്പ് എടുത്തിട്ടില്ല. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഈ അടുപ്പാണ് എടുത്തുകൊണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നൂഡിൽസ് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചു കേട്ടോ. അറിയാലോ എല്ലാവർക്കും നൂഡിൽസ് വേവിക്കുന്ന വിധം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സരിതരിനെ സ്പ്രിംഗ് ഓണിയല്ലേ, അത് നമ്മുടെ വീട്ടിലെത്തിയാണ് കേട്ടോ. നമ്മുടെ ഉള്ളിത്തണ്ടുകളാണ്, നമ്മുടെ ഉള്ളിത്തണ്ടുകൾ. ഉള്ളിയോ കിട്ടില്ല, അല്ല ഉള്ളി നമുക്ക് കിട്ടിയിട്ടിരി വലിപ്പള്ളിയാന്നുള്ളോ. നമ്മുടെ വെള്ളം ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പിടണു. മുങ്ങിയില്ലേ? ഒരു സ്വല്പം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഈ നൂഡിൽസിൽ എല്ലാവർക്കും അറിയാലോ, അത് ഒഴിക്കും ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട്. ഇങ്ങോട്ട് ഇളക്കണം. തിളയ്ക്കുമ്പോൾ നമുക്ക് നൂഡിൽസ് ഇടാം കേട്ടോ. ഇല്ല, ഇതിപ്പോൾ ആവും നല്ലപോലെ തീണ്ട്. അതായത് ഈ നൂഡിൽസാണ്ട് നമുക്ക് നമുക്ക് ഊറ്റിയെടുത്ത് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫ് വറക്കാം. അത് ഊറ്റി കഴിക്കാണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞല്ലോ. ഇപ്പം മുഴുവൻ എടുക്കണം സാറിത്തെ നോക്കിയോട്ടെ. ഇതിൻ്റെ ഇന്ന് കയറിയേ കണ്ട നമ്മുടെ ഓണിയൻ കണ്ട എന്തിൻ്റെ ഭംഗിയില്ലേ, ഫ്രഷ്. ക്യാരറ്റ് അരിൻ്റെ ക്യാരറ്റ് ഇതൊന്ന് പൊട്ടിച്ചേ. നോക്കിയോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചുടങ്ങിയപ്പോൾ നമ്മൾ ഈ നൂഡിൽസിൻ്റെ ഇടാൻ പോണ സാരിത ഒന്ന് അയ്യോ ഇത് ഒരു സൈഡ് അത് ഇങ്ങനെയുള്ള പീസ് ഉണ്ടല്ലോ. ഇത് പുറത്തേക്ക് പോറി എന്താ? അതെ, വലിയൊരു പീസ് ഇട്ടാ. ഈ ഒരു പീസ് മതി തന്നെ സരിത പറയുന്നത്. പകുതി എന്താ മറ്റേ ഈ അല്ലല്ല നമ്മുടെ ചകിരിയില്ലേ, ചകിരി ചോറിൻ്റെ പീസ് പോലെ സാധനം കഴിഞ്ഞു. ഇതൊക്കെ വേസ്റ്റ് ആയിരുന്നുണ്ട്. ഇത്ര ബലണ്ട് ഈ സാധനത്തിന്. ഇനി വേണ എല്ലാവർക്കും കൂടി തയ്യോ? വേറെ ഒന്നുമില്ല കഴിക്കാൻ. ഈ എല്ലാ സാധനങ്ങളും കൂടി ആവുമ്പോ തികഞ്ഞില്ലെങ്കിൽ നഷ്ടം വരാട്ടാ. ഒരു സ്വല്പം കൂടി ഇടണ. ഇതൊരു 6-7 മിനിറ്റ് നേരം വേവിച്ചാൽ മതിട്ടാ. അപ്പോഴേക്കും വേവും. ഒരു സ്വല്പം കൂടി ഇടല്ലേ അല്ലേ? അല്ല, ഞാൻ ഇതിന്റെ പൊടിയൊക്കെ ഇട്ടതാ. പൊടി ഇങ്ങനെ നിൽക്കണ ഇട്ടതാ. പുറത്തേക്ക് പോണറി അതുപോലെ ചെയ്തോ. ഒരു പിടി കൂടി എടുക്കാം. ഒരു സ്വല്പം കൂടി ഇടാം തേങ്ങ. ഇത്രയ്ക്ക് ബല അതിന്. നായ വരെ ഓടി വന്നത് എന്തുട്ടാണെന്ന്. മതി സരിത, ഇത്ര മതി. ഇപ്പം നമ്മൾ 8:05 ഇട്ടു. അപ്പോൾ അല്ല 8 ആവാൻ 10 മിനിറ്റുള്ളപ്പോൾ ഇട്ടു. 8:55 എടുക്കാം. അല്ല 7:55 എടുക്കാം. 8 മണിയാവാൻ 5 മിനിറ്റുള്ള പിട്ടിന് 7:55 അല്ലടി 8 ആവാൻ 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ തേങ്ങ തീ ഭയങ്കരമായിട്ട് കത്തി തിളച്ചോ. ഭാഗ്യം ലോട്ടറി ഇട്ടു. തീ കിട്ടു. തീ ഞാൻ സിമ്മിലിട്ടില്ല ശരിക്കും. അല്ല സിമ്മിലല്ലേ, കുറച്ച് ഞാൻ സോറി നമ്മുടെ പ്രേക്ഷകരോട്. ഞാൻ അത് ശ്രദ്ധിക്കാതെ പോയി. വാച്ചിൻ്റെ സമയം കണക്കാക്കിയപ്പോഴേ പെട്ടെന്ന് വേവും. അല്ല ഒരു 4 മിനിറ്റ് കൂടി കഴിഞ്ഞത് വേവും. കൂണിത്തിരി കൂടുതലെടുത്തിട്ടുണ്ട്. എന്നറാ ഹക്കാ നൂഡിൽസ് നീ കുറച്ച് തിന്നാ. അവന് നായിക്ക് ചാർലിന്റെ കടക്കി എടുക്കണ്ടേ. 3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ വേവും. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അടിപൊളി ടേസ്റ്റുള്ള ഒരു സാധനം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാണ് ഞാൻ. മീൻകറി ടേസ്റ്റ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സാധനല്ലേ, അതിനെയാണ് ഞാൻ പരാമർശം പിൻവലിക്കണം. കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സിൽ ഉദിച്ച സാധനം ഇതാണ്. മനസ്സിൽ വിചാരിച്ച കാര്യം ഇതാണ്. അതായത് ഒരു ഇങ്ങനത്തെ കോണ്ടിനെന്റൽ സാധനല്ലേ, അതാണ് ഞാൻ വിചാരിച്ചത്. മീൻകറിനെ നിങ്ങൾക്ക് മീൻകറി ഇഷ്ടമില്ലല്ലോ, ടേസ്റ്റ് തോന്നില്ലല്ലോ. അല്ല ഇതുപോലെ തിന്നില്ലല്ലോ.
ഇത് മതിയാ നോക്കിയേ ചുക്കൂണ്. അല്ല കൂണ് മുഴുവൻ എടുത്തോ, കൂണ് നല്ല ടേസ്റ്റുള്ള സാധനല്ലേ ചുക്കൂണ്. ചേട്ടന്റെ കൂടുതൽ സഹവാസം ഇതിനാണ് മാറ്റി വയ്ക്കാം, ഇവിടെ സ്ഥലല്ലേ മേശാണ്. പറഞ്ഞില്ല അത്ഭുതമുള്ളൂ. ഇനി തിളച്ച് പൊങ്ങില്ലല്ലോ, ഞാൻ ഊറ്റാൻ്റെ സാധനമൊക്കെ എടുത്തോണ്ടിട്ടെ. ക്യാരറ്റ് ഇത് മതിയാ അതോ ഈ ക്യാരറ്റ് കൂടി എടുക്കണം? അതുകൊണ്ട് എടുത്തോ, ക്യാരറ്റ് ഇത്തിരി കൂടുതൽ എടുത്തോ, കാരണം പച്ചക്കറി കൂടുതൽ എടുക്കണോണ്ട് കുഴപ്പമില്ല. ഇതില് നമ്മൾ വെറുതെ ഈ അതൊക്കെയാണല്ലോ രസം, കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതല്ല. ഇപ്പം ഈ നൂഡിൽസ് മാത്രം ഭാര്യ തിന്നാണെങ്കിൽ പിന്നെ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കൈ നോക്കിയോ കേട്ടോ സരിത. അപ്പോൾ നമ്മുടെ നൂഡിൽസ് എന്തോന്നുണ്ട് നോട്ടേട്ടാ. ചൂട് 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 ഇല്ലേ, വെള്ളം കറക്റ്റ് തന്നെയാണ്. തീ ഓഫ് ചെയ്യാൻ ഇല്ല, ഇത് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ടൊന്ന് വെറുതെ ദൈവമേ വിചാരിച്ച വഴിയിലാട്ട സരിത കൂടുതലുണ്ട് ഇത് സാധനം. നമ്മൾ ഈ നൂഡിൽസിനെ ഈ പച്ചവെള്ളത്തിലിട്ടിട്ട് തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ, ഊറ്റിയെടുക്കുന്നുണ്ട്. കാരണം ഇതിൽ പശി ഉണ്ടാവുമല്ലോ, കണ്ട ആ ഒരു പശി ഉണ്ടാവും, അതുകൊണ്ട് കളയാനാണ്. ഊറ്റി മാറ്റി വയ്ക്കാം. അത് നമ്മുടെ നൂഡിൽസ് കഴുകിയത് മാറ്റി വയ്ക്കാം കേട്ടോ, നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ബീഫ് ഇതേ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാലും അധികം സമയമുണ്ട്. ഇനി നമ്മൾ 2 കോഴിമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ട ഇതേ കഴിഞ്ഞു. കോഴിമുട്ട തിരിച്ച് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. 2 കോഴിമുട്ട കേട്ടോ. ദൈവമേ, ഈ കോഴിമുട്ട കെട്ട മുട്ടയാണ്. കഴിഞ്ഞു കംപ്ലീറ്റ് പരിപാടി. പൊളിഞ്ഞില്ലേ പരിപാടി. അതായത് കോഴിമുട്ടേ വേറെ എന്നിട്ട് ഇളക്കാം, വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണം തിരികെ ഒഴിക്കണേ. ശരിക്കും നേരിട്ട് ആക്കരുതിട്ട്. അപ്പോൾ ഒരു ടിപ്പ് കിട്ടിയില്ലേ നമുക്ക്. നമ്മുടെ വീട്ടിൽ തന്നെയാണ്, എനിക്ക് അറിയാലോ. കേരള അപ്പോൾ ഇത് വീണ്ടും ബീഫ് കഴുകിയൊക്കെ ശരിയാക്കേണ്ടി വരും. ഇനി തിരിക്ക് കോൺഫ്ലവർ എടുക്കണം. എവിടെയാ കോൺഫ്ലവർ? നമ്മൾ തിരിക്ക് കുറച്ച് കോൺഫ്ലവർ എത്ര ഇടും? അതൊരു 2-3 ടീസ്പൂൺ. ആ കോഴിമുട്ട അത് കൂടുതൽ. അതിപ്പോൾ ഇത്തിരി കട്ടിയാ പോകുന്നത്. ഒരു 2-3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവർ. എന്നിട്ട് ഇളക്കണത് 1.5 കോഴിമുട്ട മതിയായിരുന്നു സരിത. കുഴപ്പമില്ല, ഇത് മിക്സ് ചെയ്യണോ. ഇനി നമ്മളിത് വറക്കാൻ പോകണം കേട്ടോ. സ്വല്പം കൂടിയും പൊടിയിടാം. കോഴിമുട്ട അരവതാ. ഇനി ഓയിലാണ് നമ്മളിത് വറക്കാം കേട്ടോ. എന്തെല്ലാം പണികളാണ് ഇത്. എന്നറിയോ, ഒരു സാധനം ഉണ്ടാക്കുന്നതിൻ്റെ പണികളാണ് തേങ്ങ. ഞാൻ പറഞ്ഞ ചേട്ടനോട് ഇതിനേക്കാൾ അവിടെ പോയി കഴിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടെന്താ കാര്യം? അതുകൊണ്ട് എന്ത് കാര്യം? നമ്മൾ പിസി ഉണ്ടാക്കിയ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞില്ലേ ഇത് ഉണ്ടാക്കുന്നത് കണ്ടോടുകൂടി. അടുപ്പത്ത് വെച്ചു. അടുപ്പ് വെച്ചു തീയതിക്കണോ. അടുപ്പ് എടുത്തോണ്ടാണ്. ചേട്ടൻ്റെ വിശന്ന് തുടങ്ങി, അതുകൊണ്ട് നാക്കുളുക്കൽ കൂടുന്നു. കഴിഞ്ഞ മീൻകറി വീഡിയോ ചേട്ടൻ ഒറ്റയ്ക്കാണ് മീൻകറി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കണ്ണംകുളങ്ങരയ്ക്ക് കൊണ്ടുപോകാൻ. ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ അതിൽ. അപ്പോൾ ഒരു നാക്കുളുക്കൂല, ഒരു പ്രശ്നമില്ല. പാത്രം അടുപ്പത്ത് വെച്ചിട്ടാ വറക്കാൻ പോകണം. നമ്മൾ ഓയിലാണ് വറക്കണത്. കാബേജ് ഇപ്പം എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ടുണ്ടാ. ഇനി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വേണ്ടോ? അല്ല, ഇനി ഇത് ചതുരത്തിൽ അത് ചതുരത്തിൽ നുറുക്കിക്കോ. പണികളുണ്ട് സാരിക്ക്. കടാ നുറുക്കലോട് നുറുക്കല്. നമ്മളിത് വീഡിയോ എടുക്കണ എത്രയധികം സമയം പിടിക്കണം. അല്ല ചടപടയം തന്നെ കഴിയൊക്കെ നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ നുറുക്കണമല്ലോ. അത് കാരണം കൊണ്ടാണ് ഇത്തിരി സമയം എടുത്ത് ചെയ്യണം. സമയത്തില്ല. ഇത് രാത്രി 9, 10 മണി, 11 മണിയൊക്കെ നേരത്തെ കഴിക്കണ ആളുകൾ വന്നിട്ട് കഴിക്കണ ഫുഡുകളാണ് ഈ സാധനം. ഞങ്ങൾക്ക് കുഴപ്പമില്ല, ചേട്ടനല്ലേ വിശക്കണേ. ഓയില് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഓയിലേക്ക് ഒഴിക്കാൻ പോകണട്ടാ. എനിക്ക് നൂഡിൽസ് വീണ് സരിത. കുഴപ്പമില്ല. ബീഫ് വറക്കാൻ പോകണം കേട്ടോ. നമ്മൾ ക്യാപ്സിക്കം മരിയിൽ കഴിയാറില്ല സരിത. ഇതിലേക്ക് കളർ ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിന് എന്തുട്ട് ബെൽ എന്നാ പറയുന്നത്. അല്ലാതെ ക്യാപ്സിക്കം എന്ന് പറഞ്ഞ സാധനം ഈ പച്ച മാത്രമല്ലോ. മഞ്ഞനും ചുവപ്പിനും വേറെ കളർ പറയാ. അല്ല വേറെ പേര് പറയാ. വേറെ കളറല്ല പറയാ മഞ്ഞനും ചുവപ്പിനും. എന്താട്ടാ. അപ്പോൾ നമ്മുടെ ബീഫ് വറക്കാൻ പോകണമാണ്. നമ്മൾ ഇതിലേക്ക് കിട്ടുന്നു കേട്ടോ. രണ്ട് പ്രാവശ്യം വറക്കാമല്ലോ സരിത. ഒറ്റ പ്രാവശ്യം കൊള്ളിക്കാൻ തീരുമാനിച്ചാലെങ്കിലേ കുറച്ച് ഇതിന് മാത്രമായിട്ട് വീണ്ടും ആക്കേണ്ടത് വരും.
അടിപൊളിയായിരിക്കും പരിപാടി. ഇത് ഇനി വേവണം. അത് വേഗമാവും. ഈ ചൈനീസ് സാധനങ്ങളിൽ അധികം വേവിച്ചൊന്നുമില്ലേ. എന്താ പറഞ്ഞേ? എന്തുട്ടാ പറഞ്ഞു. പച്ചക്കറികൾ അധികം വേവിക്കില്ല, പക്ഷെ ബീഫൊക്കെ വേവണം. അത് വേവും. നമ്മൾ വളരെ നൈസായിട്ടാണ് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് ആക്കിക്കൊണ്ടത്. ഒന്ന് ഇളക്കാട്ടാ. ബീഫ് ഒക്കെ വേറിട്ട് തുടങ്ങി. ഇത് ഇവിടുത്തെ പൂലി സാധനം എന്ത് മണം കേട്ടിട്ട്. അതല്ലെങ്കിലും നമ്മളെവിടെയുള്ള അവനവിടെ ഉണ്ടാവും. എങ്ങടേൽ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വരുമ്പോഴത്തേന് ഇത് സന്തോഷം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓടി വരും. പാവം തോന്നപ്പോ വേറെ കാണുമ്പോ. ഈ ചില്ലി ബീഫ് ചാറ് കൂടുതൽ വേണം. ഗ്രേവി ടൈപ്പ് വേണമല്ലേ. അപ്പോൾ ഒരു സാധനം നമ്മൾ വേറെ എക്സ്ട്രാ ഉണ്ടാക്കണം. സോസുകളൊക്കെ ചേർത്തിട്ട് കലക്കി വെക്കണം ആദ്യം. ഈ ബീഫ് റെഡിയാക്കുന്നതിന് മുമ്പ് ലാസ്റ്റേ നമ്മൾ ഒഴിച്ചാൽ മതി. ശരിക്കും ബീഫ് വറുത്തെടുക്കലൊരു പണി സമയം വരണുള്ളൂ അല്ലേ? ബാക്കിയല്ലാതെ ഇത് അരിയിലൊക്കെ പണിയില്ല. ഇത് എന്തോരം അരിഞ്ഞു കൂട്ടി സരിതാ. കോസ്റ്റ്ലി ഫുഡാണിത്. ഇതിപ്പോ ഒരു പ്ലേറ്റിന് 280 രൂപ എങ്ങടാന്ന് തോന്നുന്നുണ്ട് ഒരു പ്ലേറ്റ്. പക്ഷെ ഒരു പ്ലേറ്റ് അത്യാവശ്യം 2-3 പേര് കഴിക്കാണ്ടാവും. പക്ഷെ അതില് ഇത്രക്ക് കൂണും ഇത്രക്ക് ക്യാപ്സിക്കം ഇതൊക്കെ ഇടുവോ? വളരെ നൈസായിട്ടില്ലല്ലോ. അതെനിക്കറിയില്ല. കൂണിന് എന്താ വില വെച്ചാ സാധനങ്ങൾക്ക് വിലയുണ്ട്. കണ്ടോ ചാർലി മേശരടിയിൽ കിടപ്പിണ്. ആൾക്ക് കൂട്ടിനുള്ള ആളെ കിട്ടിയിട്ടില്ല. ഒരാളിങ്ങനെ നമുക്ക് നായനെ അയച്ചു തന്നു. നായരെ പടം അയച്ചു തന്നു. എന്താണെന്നറിയോ? ഡാഷിനെ പറ്റില്ല. നമുക്ക് നാടൻ മതി. ഇവിടെ നാടനുകളെ മാത്രമേ സ്വീകരിക്കുള്ളൂ. ഇത് മൊത്തം ഉണ്ടാക്കാനായിട്ട് എത്ര ചെലവ് അതിപ്പോ പറയാൻ പറ്റില്ല. 200 രൂപ ബീഫ്. 200 രൂപയുടെ ബീഫ്, 60 രൂപ ക്യാപ്സിക്കം. കൂണ് എത്ര രൂപയുടെ? കൂണാണ് 60 രൂപ. ക്യാപ്സിക്കം 90. ക്യാപ്സിക്കം പിന്നെ അതിൻ്റെ ഒപ്പം വേറെ സാധനം കൂടി വാങ്ങിച്ചപ്പോഴുണ്ട് 90 രൂപ. ക്യാപ്സിക്കം ഒരു 40 രൂപ എന്ന് വിചാരിച്ചോ. പിന്നെ നൂഡിൽസ് ഒരു 120 രൂപ. 120 കഴിഞ്ഞതുണ്ട്. അല്ല നമ്മൾ 160 രൂപ എത്രയാണ് മുക്കാലെടുത്തില്ലേ. പിന്നെ ഓയില് ഒരു 70 രൂപ ഓയില്. പിന്നെ കാബേജ്, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് ഒരു 100 രൂപ എല്ലാം അടക്കം. എല്ലാ ഇതിന് ഈ സ്പ്രിംഗ് ഓണിയൻ 100 രൂപ കൂട്ടിക്കോ. എണ്ണ, ഉപ്പ് അതൊക്കെ കൂടിയിട്ട് 100 രൂപ. അപ്പോൾ എത്രയായി? 590 രൂപയില്ലേ കൂട്ടോ. പിന്നെ നമ്മുടെ പണികൾ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെപ്പറേറ്റായിട്ട് 4 പേർക്ക് ഉണ്ടാക്കുന്ന നഷ്ടമാണ്. ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ കണ്ടമാനം പേരുകൾ ഉണ്ടാക്കണം. എന്നാലും ഇത് ലാഭമുള്ള എടുക്കാം നമുക്കിനി. ചൂട് വെന്തുണ്ടാവും. ഇപ്പോൾ കനം കുറച്ച് കഴിഞ്ഞല്ലേ. ബീഫ് വെന്തുണ്ടോ നോക്കണം കേട്ടോ. ഞാൻ നോക്കിയാൽ മതിയാ പകുതി. നമ്മൾ ലാസ്റ്റ് പണിയിലേക്ക് കിടക്കാൻ പോവാണ്. കയ്യോണ്ട് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് വായിൽ കുട്ടിച്ചേട്ടന് എരിയുള്ളേന്ന് ചൂട് തോന്നുള്ളേ. ചെറിയൊരു മൂർഖതം ഇല്ലേ? വെന്തില്ലേ? ഇത്ര മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നോക്കിയേ. തീ ഓഫ് ചെയ്തല്ല, തീ കുറച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഊറ്റിയെടുക്കാട്ടാ. പിന്നെ ഈ 4 പേർക്കുള്ളിൽ 1/2 കിലോ ബീഫ് എങ്ങനെയുണ്ടാവുക സോസ് ഇത് കൊടുക്കാനായിട്ട്? അവിടെ നമുക്ക് 5-8 കഷ്ണം കിട്ടിയത് അല്ലേ? അല്ല, ഞാനിത് 4 പേർക്കുള്ളതിന്റെ ചെലവല്ല, നമ്മളുണ്ടാക്കുമ്പോഴുള്ള ചെലവ്. എത്ര പൈസ വരുന്നു? അത് ശരിയാ. സരിത പാത്രം കഴുകണമെന്നു മതി. ഇതെല്ലാം വെക്കുന്നത്. ഇതിൽ നൂഡിൽസൊക്കെ ഇളക്കാൻ പറ്റുമോ? പറ്റൂലേ? നമ്മുടെ പാത്രം ചൂടായി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിക്കണം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിക്കണം. വെളുത്തുള്ളി കുനുകുനുന്നെ അരിഞ്ഞത്, ഇഞ്ചി കുനുകുനുന്നെ അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത് മുഴുവൻ ഇടണില്ല, കുറച്ച് നമുക്ക് ബീഫിലേക്ക് വേണം. തീന്ന് കുറയ്ക്കാം. പിന്നെ നമ്മൾ ഒരു സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സരിത. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കൂണില്ലേ, അതാണ് നമ്മൾ ആദ്യം ഇടുന്നത് കേട്ടോ. കൂൺ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടണം. കൂണൊക്കെ ഭയങ്കര കൂടുതലാണ് നമ്മൾ എടുത്തോണത്. ഇത്ര നേരം സരിതയ്ക്ക് ഇളക്കാൻ പറ്റിയില്ല, പിന്നെ നമ്മളാണ്ട് വിട്ടുകൊടുത്തു. അയ്യോ, ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അരിയാൻ വേണ്ടി.
പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇരിക്കുന്നു ഇത്ര സമയം. അരികുവൽക്കരിക്കപ്പെട്ടു. അതല്ല പാർശ്വവൽക്കരണം എന്ന് പറഞ്ഞാലോ. അരികുവൽക്കരണം ഒന്നല്ല, പാർശ്വ അരികൊക്കെ ഒന്നല്ലേ. ഞാൻ കുറച്ചുകൂടി സാഹിത്യപരമായി പറഞ്ഞോന്നല്ലോ. പോന്നൂല്ലേ ഇങ്ങനെ തന്നെയാണോ വീട്ടിലുണ്ടേ? നീയല്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ വീഡിയോകൾ ഇരുന്ന് യൂട്യൂബിൽ കാണലാണ് എന്റെ പണി. ഒറിജിനൽ ചൈനക്കാരുടെ ഇംഗ്ലീഷുകാരുടെ ഒക്കെ അവരാ ഇതിലാ തേങ്ങിനിടാ. ഊവാ നിനക്ക് വല്ല തലയ്ക്ക് വല്ല വട്ടുണ്ട? അവർക്ക് വട്ട് അതിലാ എനിക്ക് ഒരു സ്വല്പം സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് കേട്ടോ. ഞാൻ കിടന്നോട്ടെ ഒരു മണം ഇഷ്ടം പോയതല്ല സ്പ്രിംഗ് ഓണിയൻ. അത് വെതറാണ്ട് വെതറൊന്നും ഉണ്ട്. ഒരു കരിച്ചിലും വലിയ അതൊരു പൊട്ടണ്ടി ഇതേ. ആ നീ ക്യാരറ്റ് ഇടാൻ പോട്ടാ. ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരുന്നു. ഇളക്കിക്കോ. അപ്പോൾ അതിൻ്റെ ഗ്ലാമർ മാറിയില്ല ചെറുതാ. അതിൻ്റെ സാധനം ഇപ്പോൾ ഇതൊന്നും പിന്നെ അധികം വേവിക്കാൻ പാടില്ല. ഈ സാധനങ്ങൾ കൂടുതൽ വേണം കേട്ടോ. ഈ ക്യാരറ്റ് പച്ചക്കറികളൊന്നും അധികം മറ്റുള്ള പച്ചക്കറികളൊന്നും അധികം വെന്തിരിക്കും കുഴപ്പമില്ല. ഒരുമാതിരി എല്ലാം നമ്മളിടുന്നില്ലേ? നമ്മളിടാത്തൊന്നുമില്ലല്ലോ. ഇല്ല ഇത് അടിപൊളി സാധനം. അടിപൊളി സാധനം. അല്ല ഒരു വാട്ടം. ഇതൊന്നും പറക്കി തിന്നത്. ആ പ്രാണിനെയാണോ പറക്കി തിന്നത്? ക്യാരറ്റ് ഒരു ലെവലായി. അപ്പോൾ നമുക്ക് കാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിടുന്നു. ഇനി കാബേജ് ഒരു സ്വല്പം ലെവലായി. അപ്പോൾ നമ്മുടെ കളറ് ക്യാപ്സിക്കങ്ങളെല്ലാം ഇടണം കേട്ടോ. പച്ച, ചുവപ്പ്, അല്ല മഞ്ഞ, ചുവപ്പ്. അയ്യോ ഇതൊന്ന് പൊട്ടിച്ചോണിയേ. ഇത് തുറന്നേ. ഇതെങ്കിൽ തുറക്കാ. അതെടുത്തോണ്ട് പോയാ മുടി ചേട്ടാ. ഇനി നമ്മൾക്ക് എനിക്ക് സോയാ സോസ് ഒഴിക്കാം. സോയാ സോസ് ഒഴിക്കുമ്പോൾ നമുക്ക് എനിക്ക് ഉപ്പ് പിന്നെ വേണ്ടി വരില്ല. ഇളക്ക് 2-3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചില്ലി കേട്ടോ. ചില്ലി റെഡ് ചില്ലി സോസ് വീഴ. അത് അധികം ഒഴിക്കണില്ല ഞാൻ. 1 ടീസ്പൂൺ വീഴ. അത് മതി. ആ ഞാൻ എന്തൊരു 2 ടീസ്പൂൺ ഇട്ടിട്ട് ഇളക്കണം. മതി. ആയി എത്ര മതി ഇളക്ക്. അധികം വേണ്ട. പിന്നെ ടൊമാറ്റോ സോസ്. അയ്യോ ഇത് ആവണില്ല സരിത. മതി. അതൊരു 2 ടീസ്പൂൺ ഉള്ള ആക്കിണ്ട് കേട്ടോ. ഇനി നമ്മൾ വിനാഗിരി കേട്ടോ. വിനാഗിരി ഞാൻ അങ്ങോട്ട് നടക്കുന്നതിൻ്റെ സ്വല്പം ഒഴിക്കും. ഒരു വലിയ ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി ഇളക്കിക്കോ. ഇനി നമ്മുടെ അതിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇടാൻ പോകണം കേട്ടോ. ഇത് ഇളക്കാൻ പറ്റില്ല സരിക്ക്? തീന്ന് കുറയ്ക്കാം. തീന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഡ്രൈ ആയാ. വെള്ളമല്ലാണ്ട് ഊറ്റിപ്പോയി. ഇങ്ങനെയല്ല ഇളക്ക. 2 ഇതുകൊണ്ട് ഇളക്കണം. ഒരു മിനിറ്റ്. ആ അത് അവർക്കതറിയുള്ളൂ. അവരിളക്കണം. അവർ നമുക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇളക്കണം. ഇത് വലിയ പാത്രത്തിൽ ഇളക്കണം. മിക്സിങ് ഒരു പണിയാട്ടാ. കുറച്ചും കൂടി ഇടാം. അതെടുക്കണ്ട. അത് നമുക്ക് ഇത്രയ്ക്ക് എടുക്കണല്ലോട്ടാ. നമ്മുടെ ആ ഒരെണ്ണം ഇട്ടത് കറക്റ്റ് ആയിരുന്നു. ആ കൂടുതൽ ചേട്ടൻ മറ്റേന്ന് പൊട്ടിച്ചിട്ടത്. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കുരുമുളക് പൊടി അധികം കുറച്ച്. നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇനി ഒന്നുകൂടി ഇളക്കണം. അപ്പോൾ നമ്മുടെ ഇത് നൂഡിൽസ് കഴിഞ്ഞു. നമ്മൾ ബീഫ് ചില്ലി ബീഫ് ഉണ്ടാക്കാൻ പോകണം. നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇത് ചില്ലി ബീഫിനെ ഇത്തിരി ചാറ് ഗ്രേവി ടൈപ്പാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കോൺഫ്ലവർ കലക്കി വയ്ക്കണം. വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കോൺഫ്ലവർ ഇട്ടാ പോരെ?
വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കുന്നു കേട്ടോ. നമ്മുടെ പാത്രം ചൂടായി സ്വല്പം ഓയിലുണ്ട് ഒഴിക്കുന്നുണ്ട്. സ്വല്പം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സവാള അതിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കുറച്ച് പച്ചമുളക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അതിടണം കേട്ടോ. ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് മുക്കാലായ ഏട്ടാ മുക്കാലിൽ കഴിയുന്ന ചേട്ടാ പറഞ്ഞ ക്യാപ്സിക്കങ്ങളില്ലേ, ക്യാപ്സിക്കം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കളറ് അറിയില്ല ചേട്ടാ. പക്ഷെ ഞങ്ങളിവിടെ ഉള്ളത് കൊണ്ട് പച്ച മാത്രം ഇട്ടാലും ആരും അറിയാൻ പോലില്ല. ഇനി നമുക്ക് സോസുകൾ ഒഴിക്കാട്ടാ. സോയ സോസ് ഒഴിക്കുന്നു. ഇത്ര മതി സോയ സോസ്, അടുത്ത പറഞ്ഞ ഇത്രയ്ക്ക് മതി. അല്ല അത്ര ഉള്ളൂ, അപ്പൊ അത് മതി. പിന്നെ ചില്ലി, റെഡ് ചില്ലി. റെഡ് ചില്ലി ഏത് ടൊമാറ്റോ? അത് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ കണ്ടമാനം ഒഴിക്കിട്ടോ. ഇതൊക്കെ എന്തോരമായാലും ആളുകൾക്കാവാം. ചാറോടെ ആക്കുന്ന കാരണം നമ്മൾ കോൺഫ്ലവർ കലക്കി ഇത് നമ്മൾ ഒഴിക്കുന്നു കേട്ടോ. ഇത്ര മതിയോ ചാറ്? അത് തിളയ്ക്കുമ്പോ ഇതാവും മതിയല്ലേ. കട്ടിയാവും. ഇതിൽ ബീഫ് ഇടാൻ പോണ്. സ്വല്പം വിനാഗിരി. അത് സരി തിളക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണം കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പിടണം, കുറച്ച് ഉപ്പിടും. സോയാ സോസ് ഉള്ളതുകൊണ്ട് ഇത്രയ്ക്ക് വേണ്ടി വരില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് വേണം. അല്ല സോയാ സോസിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, ബീഫിൽ ഉപ്പുണ്ടല്ലോ. അതെ, അടിപൊളി. ഇതായി ഇനി നമ്മുടെ ബീഫിനെ ഇതിലേക്ക് തട്ടണം കേട്ടോ. വറുത്ത് കോരി വെച്ചിട്ടുള്ള ബീഫിനെ ഇതിലേക്ക് ആക്കണം. പാത്രം കാണുന്നവരിപ്പം തന്നെ ഇത് ഇഷ്ടമുള്ളവർ ഇറങ്ങും പുറത്തേക്ക് ഈ സാധനം കഴിക്കാൻ പോവാനായിട്ട്. സാധനം സൂപ്പറായിട്ടില്ലേ? ഇളക്കി നമ്മള് പക്ഷെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച അത്രക്ക് ഇല്ല ചേട്ടാ ഗ്രേവി. അത് കണ്ടമാനം ഗ്രേവിയാണ്. ഗ്രേവി നമ്മുടെ പാത്രം ചെറുതായതുകൊണ്ട് നമ്മൾ അത്രക്ക് ഒഴിച്ചിട്ടില്ല. ഇത്ര മതി ഗ്രേവി, ഇത്ര മതി തന്നെ. ഇതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇടുന്നു കേട്ടോ. ഇതുപോലൊരു കൂട്ടാൻ സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ട് സാർ. ഇത് കാണാനായിട്ട് കിടിലൻ സാധനമില്ലേ? അതുപോലെ തന്നെ ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്തു. ഇവിടത്തേക്ക് വെടുപ്പാക്കിയിട്ട് നമ്മൾ കഴിക്കാൻ പോകണം. ഇത് നമ്മുടെ സാധനങ്ങൾ എടുക്കണം കേട്ടോ. നൂഡിൽസ്, ഇതിൻ്റെ സൈഡ് ബീഫ്. അയ്യോ, ഗ്രേവി വളരെ കുറവാണ് കേട്ടോ. നമ്മുടെ ഗ്രേവി എന്തോരമായിട്ട് നമുക്ക് ആക്കാം. അതിന് യാതൊരു നിയന്ത്രണങ്ങളില്ല. ജഗുവിനോട് ഫസ്റ്റ് വരുന്നില്ല. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ലെന്നല്ല, ഹോട്ടലിൽ കഴിച്ചതാണ് ടേസ്റ്റ് ഇച്ചിരി കൂടുതൽ. ജഗ്ഗു പിന്നെ അവിടത്തെ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ജഗ്ഗുവിന് അറിയില്ല. ഇത് എങ്ങനെയുണ്ട് ജഗ്ഗു? ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? അതെ, അവിടെ ബീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് പോലും ഒരു പ്ലേറ്റിലില്ല, 5-6 കഷ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറേ കാശുകളുണ്ട്, ബുദ്ധിമുട്ടാണ്, പണിയുണ്ട്, നല്ലോണം പണി കിട്ടണം. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നിർത്താം. ഞങ്ങളത് നല്ല കൊതിപ്പിക്കില്ല. അപ്പം അടുത്ത വീഡിയോ നന്ദി, നമസ്കാരം.